സതീശൻ ഇതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തതാണ്. എന്നിട്ടും അത് മനസ്സിലാകാതെ കുറെ പേർ സംരക്ഷണ കവചവുമായി നിന്നതാണ് MLA സ്ഥാനത്ത് രാഹുലിന് തുടരാനും പ്രചാരണം നടത്താനും പിന്നീട് ആളുകൾക്ക് പിന്തുണച്ച് കൂടെ എത്താനുമുള്ള സാഹചര്യം ഒരുക്കിയത് എന്നത് കൃത്യമല്ലേ റോഷിപാൽ? അന്ന് സതീശൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു നാണക്കേടിലേക്ക് ചെന്ന് ചാടുമായിരുന്നോ കോൺഗ്രസ്? സുജയ, ശരിയാണ്. പ്രസാദ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ കാര്യത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചതാണ്. ഇന്നല്ലെങ്കിൽ നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് തലവേദനയാകുമെന്ന് അന്ന് പുറത്തു വന്ന ശബ്ദം മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ ശബ്ദവും തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഇര മാത്രമല്ല, ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി ഉപദ്രവിക്കുകയും ഗർഭഛിദ്രത്തിന് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ മുഖവിലക്കെടുക്കാത്തതിന്റെ വലിയ തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസും UDFും പോകുന്നത്. ആ തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് അന്ന് MLA സ്ഥാനം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് രാജിവെപ്പിച്ചിരുന്നെങ്കിൽ, പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ പാർട്ടി മോശമായ ഒരു സാഹചര്യത്തിലേക്ക് പോകില്ലായിരുന്നു. കാരണം അത്രയേറെ പേർ പ്രതിപക്ഷ നേതാവിന്റെ അരികിലേക്ക് പരാതികളുമായി എത്തിയിരുന്നു. അതിന്റെ ഗൗരവം പ്രതിപക്ഷ നേതാവിന് ബോധ്യമായി. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചത്. ഒടുവിൽ പരാതിയില്ല എന്ന രീതിയിൽ ന്യായീകരിച്ച രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം രാഹുലിനെ അനുകൂലിക്കുന്നവരും തുടരുക. നമുക്ക് ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രിക്ക് ഈ അതിജീവിത കൊടുത്ത പരാതിയിന്മേലുള്ള തുടർ നീക്കങ്ങൾ കൂടിയാണ്. ഹരിമോഹൻ നമുക്ക് പോകണ്ട. ഹരിമോഹൻ, ലൈംഗിക പീഡന പരാതിയാണ്, ഗർഭഛിദ്രം നിർബന്ധിതമായി നടത്തിയെന്ന പരാതിയാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടൽ വേണ്ട പരാതിയാണ്. ഇതിനകം തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എങ്ങനെയായിരിക്കും അടുത്ത നടപടികൾ? സുജയ, പരാതി ലഭിച്ചതോടുകൂടി ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിലേക്ക് ഈ പരാതി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മുഖ്യമന്ത്രിക്കാണ് പരാതി കൈമാറിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇത് നടപടിക്രമങ്ങൾ എന്നുള്ള രീതിയിൽ ആദ്യം സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഈ പരാതി കൈമാറുക. സംസ്ഥാന പോലീസ് മേധാവി ഇത് നേരെ ADGPക്ക് കൈമാറുകയും തുടർന്ന് ഇത് അന്വേഷണ സംഘത്തിലേക്ക് പോവുകയും ചെയ്യും. അന്വേഷണ സംഘത്തിന്റെ അടുത്ത് ഈ പരാതി ലഭിച്ചാൽ ആദ്യം തന്നെ ആ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതുവരെ പരാതി ലഭിക്കാത്തത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തുകൊണ്ട് വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാതിരുന്നത്. ഇനിയിപ്പോൾ ആ പരാതി കയ്യിൽ ലഭിച്ചാൽ അന്വേഷണ സംഘം ആദ്യം ചെയ്യാൻ പോകുന്ന നീക്കം അതായിരിക്കും. ഗുരുതര വകുപ്പുകൾ തന്നെ സ്വാഭാവികമായിട്ട് ചുമത്തേണ്ടി വരും. ആ പരാതിയുടെ ഉള്ളടക്കം അനുസരിച്ചുകൊണ്ട് തന്നെ